അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറ അൽ കാഫിറൂൻ ആണ് പഠിച്ചു തുടങ്ങിയത്. സൂറത്തുൽ കാഫിറൂനിൻ്റെ ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. സൂറത്തുൽ കാഫിറൂനിലെ ഒന്നാമത്തെ ആയത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നാണ്. 4 പദങ്ങൾ മാത്രമുള്ള സൂറയാണ് അല്ലേ? ഖുൽ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു. 3 സൂറത്തുകളിൽ നേരത്തെ വന്നു. ഇത് 4ാമത്തെ തവണയാണ്. ഇനി ഒരു സൂറയിൽ കൂടിയാണ് ഖുൽ കൊണ്ട് ആരംഭിക്കുന്നത്. ഖുൽ നീ പറയുക, നീ പ്രഖ്യാപിക്കുക എന്നാണ് അർത്ഥം. യാ ഏയ് വിളിയാണ്. നമ്മളും ഏയ് ഓ എന്നൊക്കെ പറയില്ലേ? ഇതേ ശൈലിയിൽ അറബി ഭാഷയിൽ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് യാ എന്ന വാക്കാണ് ഉപയോഗിക്കുക. അയ്യുഹ എന്താണ്? അതും ഒരു അഭിസംബോധന രീതിയാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒക്കെ അഭിസംബോധന ചെയ്യുന്ന ശൈലിയാണ് അയ്യുഹ എന്നത്. യാ അയ്യുഹ, ഏ വിഭാഗമേ എന്നായിരിക്കും അപ്പോൾ അർത്ഥം. ഒരു വ്യക്തിയെക്കുറിച്ചും ആകാം. യാ അയ്യുഹർ റസൂൽ, റസൂലിനെ ആദരപൂർവ്വം വിളിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ കാണാം. അപ്പോൾ അവിടെ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. അതേപോലെ ഒരു സമൂഹത്തെക്കുറിച്ച് പറയുമ്പോഴും ആ ശൈലി ഉണ്ടാവും. യാ അയ്യുഹൽ മുഅ്മിനൂൻ, യാ അയ്യുഹല്ലദീന ആമനു, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാവാം. യാ അയ്യുഹ, ഏ വിഭാഗമേ. അൽ കാഫിറൂൻ എന്നാണ് അടുത്ത വാക്ക്. കഫറ യക്ഫുറു എന്താണ് അർത്ഥം? മറച്ചു വെച്ചു, മൂടി വെച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശരിക്കും നല്ലൊരു ആശയം ഉൾക്കൊള്ളുന്നൊരു പ്രയോഗമാണ് അത്. കഫറ യക്ഫുറു, മറച്ചു വെച്ചു, ഒളിച്ചു വെച്ചു. കർഷകനില്ലേ, കർഷകൻ അറബി ഭാഷയിൽ കാഫിർ എന്ന വാക്കും പറയും. വേറെയും വാക്കുകളുണ്ട്. എന്താ കാഫിർ? അയാൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട് മണ്ണിനടിയിൽ. എന്താണ്? വിത്ത് മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ചു വെക്കാണ് അല്ലേ? മണ്ണ് കിളച്ച് മറിച്ച് അതിൽ വിത്ത് ഒളിച്ചു വെക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താവും? ഈ വിത്ത് മുളച്ച് ചെടിയായിട്ട് പുറത്തേക്ക് വരും. ഇതാണ് സത്യത്തിൻ്റെ അവസ്ഥ. സത്യത്തെ എത്ര തന്നെ നമ്മൾ മറച്ചു വെച്ചാലും അതൊരു നാൾ മുളച്ച് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഇതിൽ നിന്നാണ് കാഫിർ എന്ന പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ സത്യനിഷേധികളെ എന്ന് പറയൂ, എന്ന് വിളിച്ചുകൊണ്ട് അവരോട് പറയൂ എന്നാണ് തുടക്കം. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹർ റസൂൽ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ട്. ഖുർആൻ ഒന്ന് പരിശോധിച്ചിട്ട് ആ സൂറത്തുകൾ നോട്ട് ചെയ്താൽ നന്നായിരിക്കും. യാ അയ്യുഹ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ. അപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ സത്യനിഷേധികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറയുടെ തുടക്കം തന്നെ അല്ലേ? ഈ വാക്ക് കേൾക്കുമ്പോൾ, കാഫിർ എന്ന് കേൾക്കുമ്പോൾ, നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാക്ക് വല്ലാതെ വിമർശിച്ചുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നത് കാണാം. കാഫിർ എന്നൊക്കെ പറയാൻ പാടുണ്ടോ? അത് ഒരു വിഭാഗത്തെ മോശമാക്കിയിട്ട് പറയുന്ന പ്രയോഗമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരം കേൾക്കാം. ശരിക്കും എന്താണ് കാഫിർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ഒരാളിൽ ആ നിലപാട് ഉണ്ടാകുമ്പോഴാണ് അയാൾ അങ്ങനെ വിളിക്കുക. ഒരിക്കലും അയാളെ മോശമാക്കിയിട്ട് വിളിക്കുന്നല്ല. ഒരാൾ ദൈവനിഷേധിയാണെങ്കിൽ അയാൾ എന്താ പറയാം? അയാൾ നിരീശ്വരവാദിയാണ് എന്ന് പറയില്ലേ? അതേപോലെ ഒരാൾ കമ്മ്യൂണിസം എന്ന സിദ്ധാന്തം അംഗീകരിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ അയാളെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കും. അതേപോലെ ഒരാൾ യുക്തിബോധം കൊണ്ട് മാത്രം ജീവിക്കുകയാണ്, ബാക്കി ഒന്നും അംഗീകരിക്കുന്നില്ല, എൻ്റെ യുക്തിക്ക് എന്താണോ ബോധ്യപ്പെട്ട അതനുസരിച്ച് ഞാൻ ജീവിക്കും, അങ്ങനെയുള്ള ആളെ യുക്തിവാദി എന്ന് വിളിക്കും. അപ്പോൾ അതിൽ അവർക്ക് ശരിക്കും അഭിമാനമാണ് ഉണ്ടാവുക അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. ഇതേപോലെയാണ് കാഫിർ എന്ന് വിളിക്കുമ്പോൾ
അത് ഒരാളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതല്ല, മറിച്ച് ഒരാളുടെ നിലപാടിനെ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതിന് മറുവശമാണ് മുഅ്മിൻ, സത്യത്തെ വിശ്വസിച്ച ആള്. അയാളെ മുഅ്മിൻ എന്ന് വിളിക്കുന്നു. സത്യത്തെ നിഷേധിച്ച ആളെ കാഫിർ എന്ന് വിളിക്കുന്നു. സ്വാഭാവികമാണ്. ആ ശൈലിയിലുള്ള ഒരു പദപ്രയോഗം മാത്രമാണ് അത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ശരിക്കും സത്യവിശ്വാസി അല്ലാത്ത എല്ലാവരും സത്യനിഷേധികളാണോ? മുഅ്മിൻ അല്ലാത്ത, മുസ്ലിം അല്ലാത്ത എല്ലാവരും കാഫിറാണോ എന്നത് നമ്മൾ വേറെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. സാധാരണ അങ്ങനെ കരുതി പോകും അല്ലേ? മുസ്ലിം അമുസ്ലിം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ശരിക്കും അങ്ങനെ പറയുമ്പോൾ വളരെ നന്നായിട്ട് ആലോചിക്കണം. കാരണം ഒരാളുടെ നിലപാടിൻ്റെ പേരാണ് കുഫർ. സത്യത്തെ നിഷേധിക്കുന്ന ആള് ആകുമ്പോൾ അയാളെ കാഫിർ എന്ന് വിളിക്കാം. മുസ്ലിം അല്ലാത്ത എല്ലാവരും കാഫിറാണോ? ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യമല്ല അല്ലേ? നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നെ എന്താണ്? അയാൾ നമ്മുടെ അയൽവാസിയാണ്, നാട്ടുകാരനാണ്, കേരളീയനാണ്, ഇന്ത്യക്കാരനാണ്, ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. എപ്പോഴാണ് ഒരാളെ സത്യനിഷേധി എന്ന് വിളിക്കാൻ പറ്റുക? അയാൾക്ക് സത്യം ബോധ്യപ്പെട്ടു, എല്ലാം മനസ്സിലായി, എന്നിട്ട് ഒടുവിൽ അയാൾ പറയാണ് സംഗതിയൊക്കെ ഓക്കെയാണ്, ഇത് തന്നെയാണ് ബുദ്ധിപരമായിട്ട് ചിന്താപരമായിട്ടൊക്കെ ശരി, ഇത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് അംഗീകരിക്കുന്നില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇത് സ്വീകരിക്കാൻ സന്നദ്ധനല്ല എന്നൊരാൾ പറയുമ്പോൾ അയാളുടെ അകത്ത് സത്യമുണ്ട്, പക്ഷെ അയാൾ പുറമേ അത് മറച്ചു വെക്കുന്നു എന്നല്ലേ? ഇത് തന്നെയാണ് കാഫിർ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. സത്യം അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കാൻ. ഇപ്പോൾ നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകളെ നമുക്കങ്ങനെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് ആദ്യം സത്യം പറഞ്ഞു കൊടുക്കണം അല്ലേ? ഇസ്ലാം എന്ന പ്രകൃതി സത്യത്തെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവർക്കത് ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് അവരൊരു നിലപാട് സ്വീകരിക്കുക. ഞാൻ ഇതിനെ അംഗീകരിക്കുന്നു. അപ്പോൾ അയാൾ മുഅ്മിനായി. ഞാൻ ഇത് വിശ്വസിക്കുന്നില്ല, എനിക്ക് സംഗതിയൊക്കെ മനസ്സിലായി, പക്ഷെ ഞാൻ സ്വീകരിക്കുന്നില്ല എന്നൊരാൾ പറയുമ്പോൾ അയാൾ കാഫിറാകും എന്നുള്ളതാണ്. ആ നിലക്കാണ് ഇസ്ലാമിൽ അതൊരു സാങ്കേതിക പ്രയോഗമായിട്ട് വിശുദ്ധ ഖുർആനിൽ വരുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. യാ അയ്യുഹൽ കാഫിറൂൻ. ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ ഒരേ ഒരു സ്ഥലത്താണ് നേരിട്ട് ഈ ശൈലിയിൽ സത്യനിഷേധികളെ എന്ന് വിളിക്കുന്നത്. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു വിളിയാണല്ലേ ശരിക്കും. സാധാരണ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തെ എങ്ങനെ വിളിച്ചിരുന്നെന്നറിയാം? യാ ഖൗമി എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ സമൂഹമേ. അങ്ങനെയാണ്. എൻ്റെ സമൂഹമേ എന്ന് പറയുമ്പോൾ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹത്തെ വിളിക്കുകയാണ്. അവരിൽ പല ചിന്താഗതിക്കാരും ഉണ്ടായിരിക്കാം, അങ്ങനെയാണ് വിളിക്കുക. അത് സ്നേഹപൂർവ്വം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വിളിയാണ്. പക്ഷെ ഇങ്ങനെ വിളിക്കുന്ന എപ്പോഴാണെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാലം മക്കയിൽ ഈ സത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലേ? പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലത്തോളം അവിടെ ഉണ്ടായിരുന്നല്ലോ. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങുന്നു, അതനുസരിച്ച് ആളുകളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അവരിത് അംഗീകരിക്കാൻ സന്നദ്ധമാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവരുടെ ഈ നിലപാട് മുൻനിർത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിക്കേണ്ടി വരികയാണ്. അതാണ് സംഭവം. അഥവാ എൻ്റെ ഡ്യൂട്ടി ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്, ഈ സത്യം എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. നിങ്ങളിൽ കുറേ പേർ അത് സ്വീകരിച്ചു, എന്നാൽ അധിക പേരും അതിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ഇപ്പോഴും. ഇത് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെയോ താല്പര്യങ്ങളാണ്. സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാവും, അധികാരത്തിൻ്റെ താല്പര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പലതും മുൻനിർത്തിയിട്ടാണ് നിങ്ങളിപ്പോൾ ഈ സത്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. അതിനാൽ ഞാൻ ഒരു നിലപാട് വെളിപ്പെടുത്താൻ പോകുന്നു. എന്താണ്? ഈ ഇസ്ലാം എന്നത് ദൈവികമായ സത്യമാണ്. അതേസമയത്ത് അതല്ലാത്തതോ മനുഷ്യർ പല വിധത്തിലും സങ്കല്പിച്ചു ഉണ്ടാക്കിയെടുത്ത വിശ്വാസ രീതികളാണ് എന്ന രൂപത്തിൽ വേർതിരിച്ച് പറയാൻ സാധാരണ പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കാം? ഒരു സമൂഹം പ്രവാചകനെ തള്ളിപ്പറയുമ്പോൾ ഒടുവിൽ ചിലപ്പോൾ പ്രവാചകനെ ആക്രമിക്കുക, സത്യവിശ്വാസികൾക്കെതിരിൽ നിലകൊള്ളുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ
ആ സമൂഹം നശിപ്പിക്കപ്പെടുന്ന ചരിത്രങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അല്ലേ? നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് പ്രളയം ഉണ്ടായി. ആദ് സമൂദിൻ്റെ കാലഘട്ടത്തിൽ അവർ ഭയങ്കരമായ പ്രകൃതിക്ഷോഭങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ നിലയ്ക്ക് ഇവർ നശിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നിലപാട് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്താണ്. സത്യവും അസത്യവും ചേർത്ത് വെക്കാൻ, രണ്ടും പരസ്പരം ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമല്ല. സത്യം സത്യമായി വേറിട്ട് നിൽക്കും, അസത്യം അസത്യമായിട്ടും. ഏതുപോലെ? വെളിച്ചവും ഇരുട്ടും പോലെ അല്ലേ? പകലും രാത്രിയും പോലെ രണ്ടും രണ്ടായിട്ട് തന്നെ വേർതിരിഞ്ഞ് നിൽക്കും. അതിനാൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഞാൻ ഒരുപക്ഷെ നിങ്ങളെ വിട്ട് പോകാൻ എനിക്ക് സമയമായി. ഇനി മദീനയിലേക്കുള്ള ഹിജ്റയുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് വളരെ വ്യക്തതയോടുകൂടി ഒരു നിലപാട് വെളിപ്പെടുത്തുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഈ വിളിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ ശരിക്കും ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. എങ്ങനെ ജീവിച്ചാൽ എന്താ, തെറ്റൊന്നും ചെയ്യാതിരുന്നാൽ പോരെ, ഇങ്ങനെയൊക്കെ കരുതുന്ന ആളുകൾ ധാരാളമുണ്ട് സമൂഹത്തിൽ. അങ്ങനെയല്ലല്ലോ. എനിക്കൊരു സൃഷ്ടാവുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് ജീവിക്കേണ്ടത്. എല്ലാ വിശദാംശങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതാണ് ശരിക്കും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ലൈഫ് സ്റ്റൈൽ. അത് പറയാൻ വേണ്ടിയാണ് ആമുഖമായിട്ട് യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ സൂറ തുടങ്ങുന്നത്. ഇസ്ലാമും സത്യനിഷേധവും തമ്മിൽ പരസ്പരം യോജിപ്പിക്കാൻ പറ്റുന്ന മാർഗങ്ങളേതുമില്ല എന്ന് സമൂഹത്തെ, ലോകത്തെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് സംസ്കാരങ്ങൾ അത് ഒരിക്കലും ഇസ്ലാമിനോട് ചേർത്ത് വെക്കാൻ സാധ്യമല്ല. പൊതുവായ നന്മകൾ പരസ്പരം പങ്കുവെക്കപ്പെടാം അല്ലേ? നന്മയിൽ സഹകരിക്കുക, സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവുക എന്നതൊക്കെ മനുഷ്യ സഹജമാണ്. അതേ സമയത്ത് രണ്ടും രണ്ട് ഐഡിയോളജിയാണ്. അതിനാൽ ഒരിക്കലും രണ്ടിനെയും ചേർത്ത് വെക്കാൻ സാധ്യമല്ല എന്ന് സൂറത്തുൽ കാഫിറൂൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ പോകുന്നു. ഇവിടെ കാഫിർ എന്ന വാക്കിനാണ് സത്യനിഷേധി എന്നർത്ഥം പറയാം. അതിൻ്റെ ബഹുവചനമാണ് കാഫിറൂൻ, സത്യനിഷേധികൾ എന്ന വാക്ക്. അപ്പോൾ അതൊരു സമൂഹമായിട്ട് രൂപപ്രാപിച്ചിരിക്കുന്നു. അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഇന്നും നമുക്ക് സമൂഹത്തിൽ അങ്ങനെയുള്ളവരെ കാണാൻ പറ്റുന്നു, ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളെ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ വിളി ഒരിക്കലും ഒരാളെ അപമാനിച്ചു കൊണ്ടുള്ള പ്രയോഗമല്ല, മറിച്ച് അവരുടെ നിലപാടിനെ വെളിപ്പെടുത്തുന്ന ഒരു വാക്ക് മാത്രമാണ് എന്നാണ് പ്രത്യേകിച്ചും നാം തിരിച്ചറിയേണ്ടത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ എന്ന് വിളിച്ചുകൊണ്ട് അവരോട് ചില കാര്യങ്ങൾ പറയൂ എന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ്. ഇനി എന്താണ് പറയാൻ പോകുന്നത് അടുത്ത സൂക്തങ്ങളിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി തിരിച്ചറിയുവാനും അതനുസരിച്ച് നിലപാടുകൾ രൂപപ്പെടുത്തുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.